ജിസയുടെ നേരത്തെ ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിസേട്ട എപ്പോഴാണ് മറന്നുപോയോ, റിലീസ് ചെയ്യണില്ലേന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു 2 മാസം കൂടുമ്പോ എന്റെ മെസ്സേജ് ജിസേട്ടന് ചെല്ലുമായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ജിസേട്ടന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മൂവിയാണ്. പിന്നെ എന്താ പറയുക, സ്വാഗതം പറയാമെന്നുള്ളതാണ് എന്റെ ജോലി. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെ നിറഞ്ഞ് 1 മണിക്കൂർ മുമ്പ് എല്ലാവരും എത്തി. ഒരുപാട് സന്തോഷം. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എക്സിബിറ്റേഴ്സ്, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രതിനിധികൾ, റൈറ്റേഴ്സ് അസോസിയേഷൻ, ഡയറക്ടേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ആക്ടേഴ്സ്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഫാമിലി, എന്താ പറയാ, കോവർക്കേഴ്സ്, എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഈ കല്യാണം കഴിയുമ്പോൾ എന്താണ് വിശേഷമായോ, കുഞ്ഞപ്പാവും എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഈ കഴിഞ്ഞ 9 മാസമായിട്ട് എവിടെ പോകുമ്പോഴും റീഡ് ഉൾപ്പെടെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് അവരായോ, എന്താണ്, എപ്പോഴാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡയറക്ടേഴ്സിനൊരു സംഭവമുണ്ട്. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമ ആവുന്ന ആൾക്കാർ അടുത്ത സിനിമ എപ്പോഴാ എന്ന് ചോദിക്കും. സിനിമ തുടങ്ങുമ്പോൾ ചോദിക്കും എത്ര ദിവസം കൂടെ ബാക്കിയുണ്ടെന്ന് ചോദിക്കും. ഷൂട്ടിംഗ് കഴിയുമ്പോൾ എല്ലാം റിലീസിംഗ് ചോദിക്കും. ഞാനിങ്ങനെ അവധി പറഞ്ഞു മടുത്തു. എന്റെ പ്രൊഡ്യൂസേഴ്സ്, എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ അരുൺ നാരായണനും സിജോയും എനിക്ക് ഒരു പ്രഷറും തരാതെ എപ്പോഴാണോ ജിസിന്റെ വർക്ക് കംപ്ലീറ്റ് തീരുന്നത് അപ്പൊ ഇറക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു ധൈര്യം ഈ രണ്ടുപേരും തന്നു. ആ ധൈര്യത്തിന് എനിക്ക് വേണ്ടി നിങ്ങൾ വലിയൊരു കയ്യടി കൊടുക്കണം. താങ്ക് യു. പിന്നെ ഏത് ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോഴും എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് ആസിഫ് അലി, ഇതിന് ആസിഫ് അലി ഉണ്ടല്ലേ എന്നുള്ളത്. അപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ചോദിച്ച് അവർക്ക് ഡേറ്റ് തരാനാണ്. അറിയാം, ആൾക്കാരിങ്ങനെ പലതും ചോദിക്കും. അറിയാം, ആൾക്കാരുടെ പലതും ചോദിക്കും. നമ്മളിങ്ങനെ സിനിമ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ എന്താ പറയാ, കൂടുതൽ സിനിമകൾ ആസിഫായിട്ട് ചെയ്യണം, ഇനിയും ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് കിട്ടിയ ഒരു കൂട്ടുകെട്ടാണ് ബിജു മേനോൻ എന്ന് പറയുന്നത്. ഞാൻ ആക്ച്വലി സംയുക്ത വർമ്മയെ വെച്ചുകൊണ്ട് കുറെ പരസ്യങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബിജുവേട്ടന്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഒന്നും പറയാനില്ല, ഒരു വീഗാലാൻഡിൽ റൈഡ് പോലെ പോയ പോലത്തെ ഒരു ഫീലായിരുന്നു. 65 ദിവസങ്ങൾ ബിജു മേനോൻ ആസിഫ് ഒന്നിക്കുന്ന ഒരു സെറ്റ്. ആ സെറ്റ് ഷൂട്ട് കഴിഞ്ഞിട്ടും ഷൂട്ടിന് മുമ്പും പിമ്പും ഒക്കെയുള്ള എപ്പിസോഡ്സ്, ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള എപ്പിസോഡ്സ് ആണ്. ബിജുവേട്ടൻ കുറച്ചു നേരം മുമ്പ് വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. 3 ദിവസത്തിന്റെ സിനിമ ചെന്നൈയിൽ ഷൂട്ടിംഗ് നൽകുകയാണ്. പക്ഷെ വെള്ളിയാഴ്ച മുതൽ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോ ദൈവകൃപ കൊണ്ട് ഇപ്പൊ 4 ദിവസം വന്നെത്തിയിരിക്കുകയാണ്. 24 മെയ് 2024 നമ്മൾ പടം റിലീസ് ചെയ്യുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഇന്ന് ഈ തിയേറ്ററിൽ നിറഞ്ഞിരിക്കുന്ന പോലെ കേരളം മുഴുവനുള്ള തിയേറ്ററുകളിൽ പ്രേക്ഷകർ നിറയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ട് എന്റെ കൂടെയുള്ള എല്ലാ ക്രൂവും അത്രയേറെ എഫേർട്ട് എടുത്തിട്ടുണ്ട്, അത്രയേറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നോട് എത്തിച്ചേർന്നവരും ചേരാത്തവരുമായിട്ടുള്ള എല്ലാവരും. അപ്പൊ എന്തായാലും എല്ലാവരെയും എത്തിച്ചേർന്നവരെയും ചേരാത്തവരെയും എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പോ എല്ലാവരും, ഞാൻ മാത്രമായിരിക്കത്തില്ല, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ചെലവഴിച്ച ദിവസങ്ങളായിരുന്നു തലവന്റെ ലൊക്കേഷനിലത്തെ. അപ്പോ ട്രെയിലറൊക്കെ കണ്ട് എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും എല്ലാവരും കണ്ട് സിനിമ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞതുപോലെ നിങ്ങളെ പോലെ ഞങ്ങൾ ഇതിനകത്ത് ആക്ട് ചെയ്തവരും വെയിറ്റ് ചെയ്തിരുന്നൊരു ദിവസമാണ് ഈ പറഞ്ഞ പോലെ എന്നാണ് ഇത് റിലീസ് ആവാൻ പോണേന്ന്. ജിസയുടെ നേരത്തെ ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിസേട്ട എപ്പോഴാണ് മറന്നുപോയോ, റിലീസ് ചെയ്യണില്ലേന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു 2 മാസം കൂടുമ്പോ എന്റെ മെസ്സേജ് ജിസേട്ടന് ചെല്ലുമായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷം. ജിസേട്ടന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മൂവിയാണ്. ഒരുപാട് ആഗ്രഹിച്ച ഒരു ആളാണ് ജിസേട്ടന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വർക്ക് കണ്ടപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. സോ ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു ചിത്രത്തിൽ സഫലമായിരിക്കുന്നത്. ആസിഫിക്കന്റെ കൂടെയാണെങ്കിലും ബിജുവിന്റെ കൂടെയാണെങ്കിലും ഒക്കെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ജിസേട്ടനായിരുന്നു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ടാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പൊ എന്തായാലും എല്ലാവരും സിനിമ കാണുക, നല്ല റിപ്പോർട്ട്സ് മാത്രം കൊടുക്കുക, വിജയിപ്പിക്കുക. താങ്ക് യു സോ മച്ച്.